റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 6ാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യത്തേത്, ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നാണ്. താഴെ 5 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ ഇടത് സൈഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കി ഉത്തരങ്ങൾ ഓരോന്നിനും ശരിയായത് യോജിക്കുന്നത് ഈ ഭാഗത്തേക്ക് എടുത്ത് എഴുതുക. ഇവിടെ ഉത്തരങ്ങളിവിടെ ഖസ്ർ ബാധ്യതയാണ്, ഖുനൂത്ത് ഓതണം, ജംഅ്, ഖിയാമു റമളാൻ, ഇതൊക്കെയാണുള്ളത്. ചോദ്യങ്ങൾ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതാം. അതിൽ ഒന്നാമത്തത്, റമളാൻ അവസാന പകുതിയിലെ വിത്തറിൽ, റമളാൻ മാസത്തിലെ അവസാന പകുതി ഉണ്ടല്ലോ 15-ന് ശേഷമുള്ള, അതിൽ ആ നിസ്കാരത്തിലെ പകുതിയിലെ വിത്തറിൽ എന്ത് ചെയ്യണം നമ്മൾ? എന്താണ് അതിൻ്റെ ആൻസർ? എന്താ? ഖുനൂത്ത് ഓതണം. റമളാൻ അവസാന പകുതിയിലെ വിത്രിൽ ഖുനൂത്ത് ഓതണം എന്നാണ് അതിനോട് യോജിക്കുന്ന ആൻസർ. അപ്പോൾ അതവിടെ എഴുതാം. ഇനി രണ്ടാമത്തത്, 4 റക്അത്തുള്ളത് 2 റക്അത്തായി നിസ്കരിക്കലാണ്. 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്താക്കി ചുരുക്കി നിസ്കരിക്കുക. അതിനൊരു പേരുണ്ടല്ലോ, ഇതാണ് അതിൻ്റെ ആൻസർ. ഖസ്ർ അല്ലേ? ഖസ്ർ എന്നാണ് പറയുക. ഇനി മൂന്നാമത്തത്, തറാവീഹ് നിസ്കാരത്തിനെ കുറിച്ച് നമുക്കറിയാം. എന്താ അതിനോട് യോജിക്കുന്ന ഉത്തരം ഇതാണ്, ഖിയാമു റമളാൻ. തറാവീഹിൻ്റെ വേറൊരു പേരാണല്ലോ റമളാനിലെ നൃത്തം എന്നൊക്കെ അർത്ഥം വരുന്ന രീതിയിലുള്ള ഖിയാമു റമളാൻ. അപ്പോൾ അതവിടേക്ക് എഴുതാം. ഇനി നാലാമത്തത്, വിത്ർ നിസ്കാരം എല്ലാ മുസ്ലിമിനും എന്താണ് അതിൻ്റെ ആൻസർ? 4 ബാധ്യതയാണ് എന്നാണ്. ബാധ്യതയാണ്. അത് നമ്മൾ അതിൻ്റെ ഒരു ഹദീസും പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? അൽ വിത്രു ഹഖുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ബാധ്യതയാണ്, വിത്ർ നിസ്കാരം എല്ലാ മുസ്ലിമിനും ബാധ്യതയാണ് എന്നവിടെ ചേർക്കാം. അപ്പോൾ അത് കംപ്ലീറ്റായി. അഞ്ചാമത്തത്, 2/1 സമയത്ത് നിസ്കരിക്കലാണ്. 2 നിസ്കാരങ്ങൾ ഉണ്ടല്ലോ, അതിൽ 1 സമയത്ത് നിസ്കരിക്കുക. അതിന് പറയുന്ന പേര് ഇതാണ് ജംഅ്. അപ്പോൾ അതാണ് അഞ്ചാമത്തത്, ജംഅ്. റമളാൻ അവസാന പകുതിയിലെ വിത്രിൽ ഖുനൂത്ത് ഓതണം. 4 റക്അത്തുള്ളത് 2 റക്അത്തായി നിസ്കരിക്കലാണ് ഖസ്ർ. തറാവീഹ്, ഖിയാമു റമളാൻ. വിത്ർ നിസ്കാരം എല്ലാ മുസ്ലിമിനും ബാധ്യതയാണ്. 2/1 സമയത്ത് നിസ്കരിക്കലാണ് ജംഅ്. അപ്പോൾ അതങ്ങനെ യോജിപ്പിക്കാം. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി വിധി എഴുതാം എന്നാണ്. വിധി എഴുതാനാണ്. അതിലിവിടെ 4 ചോദ്യങ്ങളാണുള്ളത്. അതിലൊന്നാമത്തെ ചോദ്യം, സഹ്വിൻ്റെ സുജൂദ് എന്താണ്? നിസ്കാരത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ പറ്റിയാൽ നിസ്കാരത്തിൽ സംഭവിക്കുന്ന ഇടർച്ചകൾക്ക് പകരമായിട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ സുന്നത്താണത്, സുന്നത്ത്. സഹ്വിൻ്റെ സുജൂദ് സുന്നത്ത്. 2, പതിവായി 1 റക്അത്ത് വിത്ർ നിസ്കരിക്കൽ. വിത്ർ ചുരുങ്ങിയത് 1 റക്അത്ത് സാധാരണ, അല്ലെങ്കിൽ അതിനൽ കമാൽ എന്നൊക്കെ പറഞ്ഞിട്ട് 3 റക്അത്ത് കൂടിയ 11 നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴും 1 റക്അത്ത് നിസ്കരിക്കൽ എന്താണ്? അത് കറാഹത്താണ്. എപ്പോഴെങ്കിലും നിസ്കരിക്കുന്നത് കുഴപ്പമില്ല, പക്ഷേ എപ്പോഴും 1 റക്അത്ത് നിസ്കരിക്കൽ, പതിവായി 1 റക്അത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. 3, ഇമാം സഹ്വിൻ്റെ സുജൂദ് ചെയ്താൽ മഅ്മൂം സുജൂദ് ചെയ്യൽ എന്താണ്? വാജിബാണ്. ഇമാം സഹ്വിൻ്റെ സുജൂദ് ചെയ്തു, അപ്പോൾ പിന്നെ മഅ്മൂമിന് സഹ്വിൻ്റെ സുജൂദ് ചെയ്യൽ വാജിബാണ്. നിർബന്ധം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. 4, നജസായ നനവില്ലാത്ത വസ്ത്രം നിസ്കാരത്തിൽ അല്ലെങ്കിൽ ധരിക്കൽ. നജസായ നനവില്ലാത്ത വസ്ത്രം, വസ്ത്രത്തിന് നനവില്ല പക്ഷേ നജസയിക്കണം, അങ്ങനത്തെ വസ്ത്രങ്ങൾ അല്ലാത്ത സമയത്തൊക്കെ ധരിക്കൽ എന്താണ്? ഹലാലാണ്. ഹലാലെങ്കിൽ അനുവദനീയം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ഹലാൽ. അപ്പോൾ അതങ്ങനെ നമുക്ക് അതിൻ്റെ വിധികൾ എഴുതാം. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം എന്നാണ്. അതിൽ 4 ചോദ്യങ്ങളാണുള്ളത്. അതിലൊന്നാമത്തെ ചോദ്യം നോക്കാം. മസ്ബൂക്കിന് തൻ്റെ നിസ്കാരത്തിൻ്റെ അവസാനം വീണ്ടും സഹ്വിൻ്റെ ഡാഷ്. മസ്ബൂക്ക് അല്ലേ?
അദ്ദേഹത്തിന് തൻ്റെ നിസ്കാരത്തിൻ്റെ അവസാനം വീണ്ടും സഹവിൻ്റെ സുജൂദ് സുന്നത്താണ് എന്നാണ് അവിടെ ചേർക്കേണ്ടത്. അപ്പോൾ അത് കംപ്ലീറ്റായി. സഹവിൻ്റെ സുജൂദ് സുന്നത്താണ്. ഇനി രണ്ടാമത്തത്, സലാമിൻ്റെ ശേഷമുണ്ടാകുന്ന സംശയത്തിന്, സലാം വീട്ടിയതിന് ശേഷം ഉണ്ടാകുന്ന സംശയത്തിന് എന്തില്ല, പരിഗണനയില്ല എന്നാണ്. അപ്പോൾ പരിഗണനയില്ല എന്ന് അവിടെ എഴുതിയേക്കാം. ഇനി അടുത്തത് മൂന്നാമത്തത്, തഹജ്ജുദിൻ്റെ റക്അത്തുകൾ കൂട്ടുന്നതിനേക്കാൾ ഉത്തമം. തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ റക്അത്തിൻ്റെ എണ്ണം കൂട്ടുന്നതിനേക്കാൾ ഉത്തമം എന്താണ്, നൃത്തം ദീർഘിപ്പിക്കലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതാം, നൃത്തം ദീർഘിപ്പിക്കലാണ്. തഹജ്ജുദിൻ്റെ റക്അത്തുകൾ കൂട്ടുന്നതിനേക്കാൾ ഉത്തമം നൃത്തം ദീർഘിപ്പിക്കലാണ്. നാലാമത്തത്, ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ ഡാഷ്, മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവർ ഡാഷ് എന്നിവ കൊണ്ടും മുന്നിടണം. അപ്പോൾ ഖിബ്ലക്ക് മുന്നിടേണ്ട ആ രൂപമാണ് ഇതിൽ എഴുതാനുള്ളത്. അതിൽ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ എന്തുകൊണ്ടാണ്, നെഞ്ചും മുഖവും കൊണ്ട്, അല്ലേ? അപ്പം നെഞ്ചും മുഖവും കൊണ്ട് എന്നാണ് ഇവിടെ എഴുതേണ്ടത്, നെഞ്ചും മുഖവും കൊണ്ട്. ഇനി മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവർ ഡാഷ്, അവിടെ എന്താണ്, മുഖം അതേപോലെ ഉള്ളൻകാൽ, ഇങ്ങനെ, അതുകൊണ്ടാണ് മുഖം പിന്നെ ഉള്ളൻ കാൽ എന്നിവ കൊണ്ടും മുന്നിടണം എന്നാണ്. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും കൊണ്ടും, മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവർ മുഖം കൊണ്ടും, മുഖം ഉള്ളൻ കാൽ എന്നിവ കൊണ്ടും മുന്നിടണം. അപ്പം അങ്ങനെ കംപ്ലീറ്റ് ആക്കാം. ഇനി അടുത്ത ആക്ടിവിറ്റി നാലാമത്തത്, ഉത്തരം എഴുതാം എന്നാണ്. ഇവിടെ ഒരു 3 ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കുക. അതിലൊന്നാമത്തെ ചോദ്യം, സഹവിൻ്റെ സുജൂദ് എന്നാൽ എന്ത്? സഹവിൻ്റെ സുജൂദ് എന്നാൽ എന്താണ്? അതിൻ്റെ ആൻസർ ഇതാണ്, നിസ്കാരത്തിൽ ഉണ്ടാകുന്ന ചില അപാകതകൾക്ക് പരിഹാരമായി സലാമിൻ്റെ അല്പം മുമ്പ് ചെയ്യുന്ന 2 സുജൂദിനാണ് സഹവിൻ്റെ സുജൂദ് എന്ന് പറയുന്നത്, അല്ലേ? ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്താ നോക്കൂ, നിസ്കാരത്തിൽ ഉണ്ടാകുന്ന ചില അപാകതകൾക്ക് പരിഹാരമായി സലാമിൻ്റെ, അതിൻ്റെ മുകളിലാണ് ബാക്കിയുള്ളത്, സലാമിൻ്റെ അല്പം മുമ്പ് ചെയ്യുന്ന 2 സുജൂദ് അല്ലെങ്കിൽ 2 സുജൂദിനാണ് എന്നൊക്കെ ഇത്. രണ്ടാമത്തെ ചോദ്യം എന്താ, സലാമിന് ശേഷം എന്ത് സംശയിച്ചാലാണ് മടക്കി നിസ്കരിക്കേണ്ടത്? സലാം വീട്ടിയതിന് ശേഷം എന്ത് സംശയിച്ചാലും പിന്നെ എന്ത് ചെയ്യണ്ട, പരിഗണിക്കേണ്ടതില്ല നമ്മൾ പഠിച്ചിരിക്കണം. പക്ഷേ 1-2 കാര്യങ്ങൾ സംശയിച്ചാൽ പിന്നെ അത് മടക്കി നിസ്കരിക്കുന്ന, റിപ്പീറ്റ് വീണ്ടും നിസ്കരിക്കണം. അത് ഏതൊക്കെ കാര്യങ്ങൾ? അതിൻ്റെ ആൻസർ നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, ഈ 2 കാര്യങ്ങളിലാണ്. അപ്പോൾ അങ്ങനെ എഴുതാം, ഇവിടെ എഴുതിയിട്ടുണ്ട് നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നിയ്യത്തിലോ തക്ബീറത്തുൽ ഇഹ്റാമിലോ എന്നങ്ങനെ സെൻറ്റൻസ് ആക്കി എഴുതാലും കുഴപ്പമൊന്നുമില്ല. മൂന്നാമത്തത്, തറാവീഹ് എന്ന് പേര് വരാനുള്ള കാരണം. തറാവീഹ് നിസ്കാരം, അല്ലേ? അതിന് തറാവീഹ് എന്ന് പേര് വരാനൊരു കാരണമുണ്ട്. എന്താണത്? എൻ്റെ ആൻസർ ഇതാണ്, എല്ലാ 4 റക്അത്തുകളുടെയും ഉടനെ സ്വഹാബത്ത് വിശ്രമിക്കാറുണ്ടായിരുന്നു, അല്ലേ? വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നൊക്കെയാണ് അതിൻ്റെ ഇതായിട്ട് വരിക. അപ്പോൾ അതാണ് ആൻസറായിട്ട് വരുന്നത്, എല്ലാ 4 റക്അത്തുകളുടെയും ഉടനെ സ്വഹാബത്ത് വിശ്രമിക്കാറുണ്ടായിരുന്നു. അക്കാരണത്താലാണ് തറാവീഹിന് തറാവീഹ് എന്ന് പേര് വരാൻ കാരണം. ഇനി 5ാമത്തെ ആക്ടിവിറ്റി, ആശയം എഴുതാം. ആശയം, അർത്ഥം എഴുതാമെന്നും പറയാം. 2 ഹദീസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിലൊന്നാമത്തത്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫി റമളാന 20 റക്അത്തൻ സിവൽ വിത്തിരി എന്നാണ്. അപ്പോൾ ഇങ്ങനെ ആശയം എഴുതാൻ വരുമ്പോൾ നമ്മൾ ഓരോ വാക്കുകൾ അർത്ഥം ഇങ്ങനെ ഓരോന്ന് നോക്കിയാൽ തന്നെ ചിലപ്പോൾ അതിങ്ങനെ യോജിപ്പിച്ച് വെച്ചാൽ അതൊരു സെൻറ്റൻസായിട്ട് കറക്റ്റ് അർത്ഥമായിട്ട് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും നബി തങ്ങൾ കാന യുസല്ലി എന്ന നിസ്കരിക്കാറുണ്ടായിരുന്നു ഫി റമളാനിൽ 20 റക്അത്തൻ 20 റക്അത്ത് സിവൽ വിത്രി, വിത്തർ കൂടാതെ. അതാണ് സെൻറ്റൻസ് ആക്കിയാൽ മതി. എങ്ങനെ? നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ വിത്തർ കൂടാതെ 20 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു അല്ലെങ്കിൽ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറയാം. നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ വിത്തർ കൂടാതെ 20 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. രണ്ടാമത്തത്, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ്, അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കാം, മൻ ഖാമ റമളാന എന്താണ്? റമളാനിൽ ആരെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ. അപ്പോൾ എന്താ ഉണ്ടാവുക? എങ്ങനെ? ഈമാനൻ, വിശ്വാസത്തോടെ,
അതേപോലെ തന്നെ വഹ്തിസാബൻ പ്രതിഫലം ആഗ്രഹിച്ച് ഇങ്ങനെയൊക്കെ നിസ്കരിച്ചാൽ ഗുഫിറ ലഹു അവന് പൊറുക്കപ്പെടും മാ തഖദ്ദമ മിൻ ദംബിഹി അവൻ മുമ്പ് ചെയ്ത ദോഷങ്ങൾ. അപ്പോൾ അതെങ്ങനെ സെൻറ്റൻസ് ആക്കാം? വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചും ഒരാൾ റമളാൻ മാസം രാത്രി നിസ്കരിച്ചാൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞുപോയ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അങ്ങനെ എഴുതാം. ഇവിടെ എഴുതിയിട്ടുണ്ട് വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചും ഒരാൾ റമളാനിൽ രാത്രി നിസ്കരിച്ചാൽ അവൻ്റെ കഴിഞ്ഞു പോയ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്നും കൂടി ചേർത്ത് കൊടുക്കണം. അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്താത്ത്. ഇപ്പോൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ആക്ടിവിറ്റി 6ാമത്തത് 2 വീതം എഴുതാം. താഴെ 3 ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ 2 വീതം ഉത്തരങ്ങളാണ് എഴുതി കൊടുക്കാനുള്ളത്. അതിലൊന്നാമത്തെ ചോദ്യം സഹവിൻ്റെ സുജൂദിനുള്ള കാരണങ്ങളാണ്. അത് പാഠഭാഗത്ത് നമ്മൾ കുറച്ചെണ്ണം പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ 2 എഴുതി കൊടുത്താൽ മതി. 6ാമത്തെ പാഠത്തിൽ 19ാമത്തെ പേജിലുണ്ട് അല്ലേ, സഹവിൻ്റെ സുജൂദിനുള്ള കാരണങ്ങളെന്ന് പറഞ്ഞിട്ട്. അബാദ സുന്നത്ത് മറന്നോ മനഃപൂർവ്വമോ ഒഴിവാക്കുക, അതാണ് 1. പിന്നെ അല്ലെങ്കിൽ അതിൽ സംശയിക്കുക, അതും വേണമെങ്കിൽ എഴുതാം. പിന്നെ 2ാമത്തത് മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്നതും മറന്ന് ചെയ്താൽ ബാത്തിലാകാത്ത ഒരു കാര്യം മറന്ന് ചെയ്യുക. പിന്നെ കൗലിയായ ഒരു കാര്യം സ്ഥാനം മാറ്റുക. പിന്നെ കൂടുതലാവാൻ സാധ്യതയുള്ള നിലയിൽ റക്അത്തുകളുടെ എണ്ണത്തിൽ സംശയിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു 4 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിലേറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം, ഏറ്റവും എളുപ്പമുള്ളത് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാനിവിടെ 2 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തത് അബാദ സുന്നത്ത് മറന്നോ മനഃപൂർവ്വമോ ഒഴിവാക്കുക. 2ാമത്തത് കൗലിയായ ഒരു കാര്യം സ്ഥാനം മാറ്റുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞാനിവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് പെട്ടെന്ന് എഴുതാൻ പറ്റുന്നത് എഴുതിയിട്ടുണ്ട്. കുറച്ചുള്ളത് പരീക്ഷ കുറച്ചുള്ളത് എഴുതാം. പിന്നെ എഴുതാം പഠിക്കുമ്പോൾ കംപ്ലീറ്റ് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 2ാമത്തത് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ഗുണങ്ങൾ. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ഗുണങ്ങൾ നമ്മൾ 14ാമത്തെ പേജിൽ പഠിച്ചിട്ടുണ്ട്. 14ാമത്തെ പേജ് തുറന്നു നോക്കിയാൽ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ഗുണങ്ങൾ കാണാം. എന്തൊക്കെയാണ്? നിങ്ങൾ തഹജ്ജുദ് ശീലമാക്കുക, കാരണം അത് മുൻഗാമികളുടെ ശീലങ്ങളിൽ പെട്ടതും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗവുമാണ്. പിന്നെ പറയുന്നത് പാപമോചനത്തിനുള്ള വഴിയും ദുഷ്പ്രവർത്തികളിൽ നിന്ന് മനുഷ്യനെ തടയുന്നതുമാണ്. അപ്പോൾ അതിൽ പിന്നെ അതേപോലെ ശരീരത്തിൻ്റെ രോഗങ്ങളിൽ നിന്ന് അത് സംരക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ 2-3 ഉപകാരങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇതിലേതെങ്കിലും 2 എഴുതാം. ഞാൻ ഇവിടെ 2 കാരണങ്ങൾ എഴുതിയിരിക്കുന്നു. 1 പാപമോചനത്തിനുള്ള വഴി, മറ്റൊന്ന് ദുഷ്പ്രവർത്തികളിൽ നിന്ന് മനുഷ്യനെ തടയൽ അല്ലെങ്കിൽ തടയും എന്നൊക്കെ എഴുതാം. 3ാമത്തത് ഖസ്റിൻ്റെ നിബന്ധനകൾ. ഖസ്ർ ജംഉം ഖസ്ർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഖസ്റിൻ്റെ നിബന്ധനകളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് 10ാമത്തെ പേജിൽ. 3ാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ, അതിലുണ്ട്. ഖസ്റിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്? 1 നിയ്യത്തിൽ ഖസ്റിനെ കരുതുക അല്ലേ, 10ാമത്തെ പേജിലുണ്ട്. ഖസ്റിൻ്റെ നിബന്ധനകൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 1 നിയ്യത്തിൽ ഖസ്റിനെ കരുതുക. 2 നിസ്കാരം കഴിയുവോളം യാത്രയിലാവുക. 3ാമത്തത് പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തുടരാതിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഇഷ്ടമുള്ള 2 എഴുതാം. ഇവിടെ 2 എഴുതി. 1 നിയ്യത്തിൽ ഖസ്റിനെ കരുതുക, മറ്റൊന്ന് നിസ്കാരം കഴിയുവോളം യാത്രയിലായിരിക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.